Hi friends, എല്ലാവർക്കും പിന്നക്കൽ അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് വെച്ചാൽ +1 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററാണ്. നിങ്ങളുടെ കമൻറ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു, ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരാഴ്ചക്കുള്ളിൽ എന്താണ് ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ ചാപ്റ്റർ എന്തോ നമുക്ക് നോക്കാം. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഒരു ആൻഡ് വെച്ചാണ് രണ്ട് ടേമിനെ അവർ സ്പ്ലിറ്റ് വെച്ചേക്കുന്നത് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ റിലേഷനും പഠിക്കാനുണ്ടായിരുന്നു, എന്തും ഉണ്ടായിരുന്നു, ഫംഗ്ഷനും പഠിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ എന്തും പഠിക്കണം, ലിമിറ്റ്സും പഠിക്കണം, ഡെറിവേറ്റീവ്സും പഠിക്കണം. ലിമിറ്റ്സിന് അർത്ഥം അറിയാമല്ലോ, പരിധി എന്നൊക്കെ പറയുന്നില്ല നമ്മുടെ മലയാളം വേർഡ് എന്ന് പറയുന്നത്. ലിമിറ്റ്സ് പരിധി, ഇത്രയും കാര്യമുള്ളൂ ഇവിടെ. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു f(x) എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷമാണ് നമ്മൾ ഈ ലിമിറ്റ്സും ഡെറിവേറ്റീവ്സിനെ കുറിച്ചും കാര്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. നല്ല രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന മാർക്കുകൾ ഇതിൽ നിന്ന് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ഒരു ലെങ്തി ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വലിയ ലെങ്ത് ഒന്നും അല്ല, എന്നാലും കുറച്ച് ലെങ്തി ചാപ്റ്ററാണ്. വലിയ ഒരുപാട് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് എങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് വലിയ സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. അപ്പം നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം എന്താണ് ലിമിറ്റ്സും ഡെറിവേറ്റീവും. ലിമിറ്റ്സ് എന്ന് വെച്ചാൽ പരിധി എന്നൊക്കെ പറയാം. ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ഫംഗ്ഷൻ പഠിച്ചു കാണുമല്ലോ, നമ്മൾ റിലേഷൻ ഓഫ് ഫംഗ്ഷൻ ഒക്കെ പഠിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫംഗ്ഷനെ നമ്മൾ ചെറുതാക്കാൻ, നമ്മൾ വെറുതെ ഒരു ഉദാഹരണം ഒരു രീതി പറയുന്നത് മാത്രമേ ഉള്ളൂ, ചെറുതാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്തിനെ, ഡെറിവേറ്റീവിനെ. അപ്പോൾ നമുക്ക് ലിമിറ്റ്സ് പഠിച്ചതിന് ശേഷം ഡെറിവേറ്റീവ് എന്തോ മനസ്സിലാക്കാം. ലിമിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതി നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ് ലിമിറ്റിനാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f(x) നമ്മൾ പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f(x). നമ്മൾ ഈ f(x) എന്ന് പറയുന്ന സാധനം ഇതിൽ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഈ f(x) നമ്മൾ എന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ f(x) വരുന്ന വേരിയബിൾ എന്തായാലും അതൊരു എക്സിനകത്തായിരിക്കും. ഇങ്ങനെ വൈകാതെ വരുമോ? വരത്തില്ല. എന്തിലേ വരത്തുള്ളൂ? എക്സിലേ വരത്തുള്ളൂ. അല്ല വേറൊരു വേരിയബിളിനകത്ത് എന്ത് വരാൻ പോകുന്നില്ല, f(x) വരാനായിട്ട് പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f(x) എന്ന് പറയുന്ന ഒരു ഫോം, അതാണ് ലിമിറ്റ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഫോം എന്ന് പറയുന്നത്. ആ ഫോമിനകത്ത് ഈ f(x) എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? ഫംഗ്ഷൻ ആയിരിക്കും. ഈ f(x) എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഒരിക്കലും എല്ലാ പ്രാവശ്യം എന്തിലേ വരത്തുള്ളൂ? എക്സ് എന്ന വേരിയബിളിനകത്തേ വരത്തുള്ളൂ. അതായത് ആ ഓഫിനകത്ത് കിടക്കുന്ന വേരിയബിൾ എന്താണോ ആ വേരിയബിൾ നമ്മൾ റൈറ്റ് സൈഡിൽ വരത്തുള്ളൂ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അത് നമ്മൾ നേരത്തെ പഠിക്കുന്ന കാര്യമാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിലാണെങ്കിൽ P(x) എന്ന് പറഞ്ഞ പോളിനോമിയലൊക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെയും ഓഫിനകത്ത് വരുന്ന വേരിയബിൾ എന്താണോ അതായിരിക്കും റൈറ്റ് സൈഡിലൊക്കെ വരുന്നത്. അത് തന്നെ ഇവിടെയും പറയുന്നത് f(x) എന്ന് പറയുന്ന ആ വേരിയബിൾ, അതായത് ആ ഓഫിനകത്ത് നമ്മൾ ഈ ബ്രാക്കറ്റിനകത്ത് വരുന്ന ടേം അല്ലെങ്കിൽ ആ വേരിയബിൾ എന്താണോ ആ വേരിയബിൾ ആയിരിക്കും റൈറ്റ് സൈഡിൽ വരുന്നത്. ഇപ്പോൾ എക്സ് ആണെങ്കിൽ അപ്പുറത്തെ റൈറ്റ് സൈഡിൽ എന്തായിരിക്കും? എക്സ് ആയിരിക്കും വരുന്നത്. വൈ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ എന്തായിരിക്കും വരുന്നത്? വൈ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഫോമിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റത്തുള്ളൂ? ആ ഫംഗ്ഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമ്മളിവിടെ പറയുന്ന കാര്യം, നമ്മൾ ഈ പറഞ്ഞ വേരിയബിൾ ഉണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ എങ്ങോട്ട് ടെൻസ് ചെയ്യുന്നു? എയിലേക്ക് ടെൻസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആ കൂടെ വരുന്ന ഫംഗ്ഷൻ എങ്ങോട്ട് ടെൻസ് ചെയ്യും? അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ലിമിറ്റ് എന്ന് പറയുന്ന കാര്യം ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. വലിയ ആധികാരികമായി പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് ചെയ്യുന്ന രീതി കുറച്ച് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. അപ്പോൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f(x) എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എങ്ങോട്ട് ടെൻസ് ചെയ്യുവാണെങ്കിൽ, എയിലേക്ക് ടെൻസ് ചെയ്യുവാണെങ്കിൽ f(x) എന്ന വാല്യൂ എങ്ങോട്ട് ടെൻസ് ചെയ്യും? അതാണ് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f(x) എന്ന് പറയപ്പെടുന്നത്. അപ്പം നമുക്ക് ഉദാഹരണം നോക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 f(x) നമ്മൾ കൊടുക്കുന്ന ഫംഗ്ഷൻ ഇതാണ് 2x+1. എക്സാമ്പിളാണ് പറയുന്നത്. എക്സാമ്പിൾ എന്താണെന്ന് നോക്കിയേ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2x+1. അപ്പോൾ f(x)ൻ്റെ സ്ഥാനത്താണ് 2x+1 വന്നേക്കുന്നത്. എക്സിൻ്റെ വാല്യൂ എങ്ങോട്ട് ടെൻസ് ചെയ്യുന്നു? 2ലേക്ക് ടെൻസ് ചെയ്യുന്നു. അപ്പം ഈ വന്നേക്കുന്ന ഫംഗ്ഷൻ എങ്ങോട്ട് മാറും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ വേറെ ഒന്നുമില്ല, വലിയ ആനക്കാരെ ചിന്തിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഇതിനകത്തെ ഈ എക്സ് വാല്യൂ എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞേക്കുന്നത്? 2ലേക്ക് പോകുന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നേക്കുന്ന എക്സിന് പോലെ എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. അപ്പോൾ എന്തായി മാറും? 2 × 2+1 വിൽ ബി ഈക്വൽ 2 × 2 എന്ത് കിട്ടും? 4 കിട്ടും. അപ്പോൾ 4+1 = എന്തെന്ന് കിട്ടും? 5 എന്ന് കിട്ടും. അപ്പോൾ അതാണ് എന്തിൻ്റെ വാല്യൂ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2x+1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി കാണുമല്ലോ. എന്താണ് ലിമിറ്റ് എന്ന് വെച്ചാൽ, അതായത് നമ്മൾ എഴുതുന്ന ഫോം ഇതാണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f(x) എന്ന് പറയുന്നത്. f(x) എന്ന് പറയുന്ന സാധനം ഫംഗ്ഷൻ ആയിരിക്കും, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ എക്സിൻ്റെ വാല്യൂ എയിലേക്ക് ടെൻസ് ചെയ്യുവാണെങ്കിൽ ആ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങോട്ട് ടെൻസ് ചെയ്യുക നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 2ലേക്ക് ടെൻസ് ചെയ്യുകയാണ്, ഈ എക്സിന് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 2 × 2+1 = 4+1 = എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ഇനി നമ്മൾ അടുത്ത് നോക്കുന്ന കാര്യം, നമ്മൾ നമ്പർ ലൈൻ പഠിച്ചിട്ടുണ്ട്. നമ്പർ ലൈനകത്ത് സെൻട്രൽ വരുന്ന എന്തായിരിക്കും? എപ്പോഴും 0 ആയിരിക്കും. റൈറ്റിലോട്ട് പോകുമ്പോൾ എന്ത് കിട്ടും? പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3 ഒക്കെ വരും. ലെഫ്റ്റിലോട്ട് വരുമ്പോൾ എന്ത് കിട്ടും? നെഗറ്റീവ് നമ്പേഴ്സ് -1, -2, -3 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് നമ്പർ ലൈൻ നേരത്തെ അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മുടെ ലിമിറ്റിനകത്തും പറയുന്നുണ്ട്. നമ്പർ ലൈൻ അല്ല, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും പറയുന്നുണ്ട്, റൈറ്റ് ഹാൻഡ് ലിമിറ്റും പറയുന്നു. അതായത് നമ്മുടെ ലിമിറ്റിൻ്റെ വാല്യൂ വരുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതായത് നമ്മുടെ ഈ നമ്പർ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നും, റൈറ്റ് സൈഡിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്തായിരിക്കും? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നായിരിക്കും അതിനെ പറയപ്പെടുന്നത്. നമ്മൾ എഴുതുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ LHL എന്ന് വെച്ചാൽ എന്താണ്?
എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. LHL എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയിരിക്കും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണെന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു A മൈനസ് എഫ് ഓഫ് എക്സ്. ഇതിന് പറയുന്ന പേരാണെന്ത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു A മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിനെ പറയുന്ന പേരാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു A. ഈ A മൈനസ് എന്ന് വെച്ചാൽ ആ വരുന്ന കോൺസ്റ്റന്റിന്റെ മൈനസ് അല്ല. ഇവിടെ വന്ന നമ്മുടെ ഒരു സംഖ്യയ്ക്ക് നമ്മൾ നെഗറ്റീവ് അല്ലെങ്കിൽ മൈനസ് എന്ന് രേഖപ്പെടുത്തുന്നത് എങ്ങനെ ആയിരിക്കും? സംഖ്യയുടെ ഫ്രണ്ടിലായി ഇപ്പം -2 ഇങ്ങനെ കൊടുക്കത്തുള്ളൂ. അല്ലാതെ 2 - 1 എഴുതി വെക്കുക വെക്കത്തില്ല. ഇപ്പോൾ -1 ഇങ്ങനല്ലേ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എഴുതത്തുള്ളൂ. പക്ഷേ ഇവിടെ വന്നേക്കുന്ന ആ സംഖ്യയ്ക്ക് ശേഷം എന്ന് വെച്ചാൽ അത് ലെഫ്റ്റ് ഹാൻഡാണ്. നമ്മുടെ എന്തിനകത്ത് നമ്പർ ലൈൻ്റെ ലെഫ്റ്റ് സൈഡാണെന്നതിന് അർത്ഥം. നമ്മുടെ നമ്പർ ലൈൻ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരുന്നത്? നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ ആ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ വന്നേക്കുന്നത് -1 വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഉത്തരം കിട്ടും L എന്ന്. നമ്മളകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് നമുക്കൊരു ഉത്തരം കിട്ടുമല്ലോ. ഇനി നമുക്ക് അടുത്തൊരു സാധനമാണ് RHL എന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണെന്ന് വെച്ചു A മൈനസ് എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു A പ്ലസ് എഫ് ഓഫ് എക്സ്. പക്ഷേ ഇവിടെ A പ്ലസ് എന്ന് വെച്ചാൽ അർത്ഥം എന്തുമായിരിക്കും? ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു A പ്ലസ് എന്ന് വെച്ചാൽ എവിടെയാണ്? റൈറ്റ് സൈഡിൽ നമ്മുടെ നമ്പർ ലൈൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന നമ്പർ ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ കിട്ടുന്ന ഉത്തരം എന്താണ്? L ആണ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടുന്നതും റൈറ്റ് ഹാൻഡ് കിട്ടുന്ന ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടുന്നതും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടുന്നതും അതിൻ്റെ ഉത്തരം രണ്ടും ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടുന്ന ഉത്തരവും റൈറ്റ് ഹാൻഡ് ലിമിറ്റിൽ കിട്ടുന്ന ഉത്തരവും സെയിം ആണ് എന്ത് പറയാം? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കാം. ഒന്ന് നോക്കി വെച്ചിരുന്നാൽ നമ്മൾ കണക്ക് ചെയ്യുന്ന ആ സാഹചര്യത്തിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം എങ്ങനെയാണ് ആ എക്സിസ്റ്റൻസ് ഒക്കെ വരുന്നത്. അങ്ങനെ കണക്ക് ചെയ്യാൻ 1, 2, 3 കണക്കൊക്കെ ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ ആ കണക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ഇതേ കാര്യം നോക്കിയാൽ മതി. എന്താണ് LHL അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എന്താണ് RHL റൈറ്റ് ഹാൻഡ് ലിമിറ്റും? ആ ലിമിറ്റിൻ്റെ വാല്യൂ എക്സ് എന്ന വാല്യൂ എങ്ങോട്ട് ടെൻസ് ചെയ്യുന്നു? Aയിലേക്ക് ടെൻസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് എന്ത് പറയാം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നും റൈറ്റ് സൈഡിൽ നിന്നാണ് എന്ത് പറയാം? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നും പറയാം. ആ ഒരു സൈഡിനെ രേഖപ്പെടുത്താണ്ട് നമ്മൾ ഈ മൈനസും പ്ലസും കൊടുത്തേക്കുന്ന ഒരിക്കലും അതെന്തല്ല ആ സംഖ്യയുടെ നെഗറ്റീവോ സംഖ്യയുടെ പോസിറ്റീവോ അല്ല. നമുക്ക് തരുമ്പോൾ ചിലപ്പം ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈ സാധനം കാണത്തില്ലായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും തരുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു A മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ് തരുന്നതെങ്കിൽ അപ്പോഴേ മനസ്സിലാക്കിയേക്കണം ഇത് എന്താണെന്ന്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണെന്ന്. അപ്പോൾ ഈ നെഗറ്റീവ് ചിഹ്നവും ഈ പോസിറ്റീവ് ചിഹ്നവും നമ്മൾ മനസ്സിലാക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണോ എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒന്നുകൂടെ നോക്കുക, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ലിമിറ്റ് എന്ത് ചെയ്യുന്നു? എക്സിസ്റ്റൻസ് ചെയ്യുന്ന രീതിയല്ല. ലിമിറ്റ് എന്ന് വെച്ചാൽ ഈ എക്സിൻ്റെ വാല്യൂ എങ്ങോട്ട് ടെൻസ് ചെയ്യുമ്പോൾ? Aയിലേക്ക് ടെൻസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വന്നേക്കുന്ന ഫംഗ്ഷണൽ എഫ് ഓഫ് എക്സ് എങ്ങോട്ട് ടെൻസ് ചെയ്യുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുവേണ്ടി നമ്മളൊരു ഉദാഹരണം നോക്കിയിട്ടുണ്ട്. എക്സ് എന്തിട്ട് കൊടുത്തു? 2 ഇട്ട് കൊടുത്തു. 4 + 1 = 5. നമ്മൾ ചെയ്യാൻ പോകുന്ന കണക്കിന് മുമ്പേ ഞാൻ പറയുന്നതാണ്, ഈ കണക്കിനകത്തെല്ലാം ഭൂരിഭാഗം ചിലപ്പോൾ 0 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ നേരത്ത് കൂടുതൽ പറ്റുമോ നമ്മൾ പറയുന്നത് ലിമിറ്റിനകത്ത് 0 വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. അതായത് അതിന് ഇട്ട് കൊടുക്കുമ്പോൾ 0 കിട്ടാൻ പാടില്ല. അതിന് വേണ്ടി നമ്മൾ ഒന്നെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്യും. അറേഞ്ച് ചെയ്തിട്ടും കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ ഇക്വേഷൻ ഉണ്ട്, നമുക്ക് കുറച്ച് ഇക്വേഷൻ പഠിക്കണം. ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ടും കിട്ടുവാണെങ്കിൽ ഉത്തരം എന്ത് തന്നെ ആയിരിക്കും? 0. എത്ര പണിപ്പെട്ടിട്ടും കിട്ടുന്ന ഉത്തരം 0 എന്നാണ് എന്തായിരിക്കും? ഉത്തരം 0 തന്നെ ആയിരിക്കും. അല്ലാതെ നമ്മളിങ്ങനെ ചെയ്യാം. അപ്പം നമുക്കൊരു സംശയമാണ്, ആദ്യം ചെയ്തിട്ടും 0 കിട്ടി, പിന്നെ ചെയ്ത് വരുമ്പോൾ പിന്നെയും 0 കിട്ടി, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ആദ്യം ചെയ്തിട്ടും 0 കിട്ടി, പിന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത്, പിന്നെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത്, ഇത്രയും ചെയ്തിട്ടും ഉത്തരം 0 ആണ് കിട്ടുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുന്ന കാര്യമാണ്. പക്ഷേ ഒരു 90% ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആദ്യമേ കൊടുക്കാൻ 0 കിട്ടുമെങ്കിലും നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ 0 കിട്ടത്തില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ കിട്ടാത്തതെന്നുള്ളത്. അപ്പോൾ ലിമിറ്റ് വാല്യൂ മനസ്സിലാവില്ല. LHL ഉണ്ട്, RHL ഉണ്ട്. നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്ന ആൾജിബ്ര ഓഫ് എ ലിമിറ്റ്സ് ആണ്. വേറെ വലിയ കാര്യമൊന്നുമില്ല. അതായത് നമുക്കിപ്പോൾ 2 ഫംഗ്ഷൻ തരുന്നത്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും ഉണ്ട്, അടുത്ത് എന്താണ് G ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ ഈ 2 ഫംഗ്ഷൻ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ ലിമിറ്റ് കൊടുക്കണം, മൈനസ് ചെയ്യുമ്പോൾ കൊടുക്കണം, ഇൻറ്റു ചെയ്യുമ്പോൾ കൊടുക്കണം, ഡിവൈഡ് ചെയ്യുമ്പോൾ കൊടുക്കണം. അപ്പോൾ ആ രീതികളേ ഉള്ളൂ, പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ശ്രദ്ധിച്ചോ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു A എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് G ഓഫ് എക്സ്. അതായത് നമുക്കൊരു ഫംഗ്ഷൻ 2 ഫംഗ്ഷൻ തന്നേക്കുന്നത് പ്ലസ് ഓർ മൈനസ്, ഒന്നീ പ്ലസ് വരാം അല്ലെങ്കിൽ എന്ത് വരാം? നെഗറ്റീവ് വരാം. എന്നിട്ട് പുറത്ത് എന്ത് തന്നേക്കുന്നു? ലിമിറ്റ് വരുന്നു. നമുക്ക് ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കി. ഇപ്പോൾ 2 × x + 1 തന്നേക്കുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 2 എഴുതാൻ ആദ്യമേ എക്സിന് കൊടുക്കും, പിന്നെ അവിടെ കൊടുക്കും 1 കൊടുക്കും. അപ്പോൾ എന്ത് കിട്ടും? 2x + 2 എന്ന് കിട്ടും. നമുക്ക് ഇങ്ങനെ ഉത്തരം കൊടുക്കുന്നത് അതേ രീതി തന്നെ ഇവിടെയും ചെയ്യുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു A എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് G ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഈ ലിമിറ്റിനടുത്ത് എന്ത് ചെയ്യുക? അകത്തം കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് ലിമിറ്റ് എന്തിനു കൊടുക്കുക? എഫ് ഓഫ് എക്സിന് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു A എഫ് ഓഫ് എക്സ് ആയി ഒരെണ്ണം.
പ്ലസ് ഓർ മൈനസ് അടുത്ത ലിമിറ്റ് എടുത്ത് എവിടെ കൊടുക്കുക ജി ഓഫ് എക്സ് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് വൈ. ഇത്രയേ ഉള്ളൂ സാധനം. അപ്പം നമ്മുടെ ഒന്നാമത്തെ ഒരു ആൾജിബ്ര ഓഫ് എ ലിമിറ്റ് ആണ് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ലിമിറ്റ് എടുത്ത് എവിടെ കൊടുക്കുക എഫ് ഓഫ് എക്സ് കൊടുക്കുക, സെക്കൻഡ് ലിമിറ്റ് എടുത്ത് എവിടെ കൊടുക്കുക ജി ഓഫ് എക്സ് കൊടുക്കുക. അപ്പോൾ ഒരെണ്ണമായല്ലോ. ഇനി രണ്ടാമത്തത് നോക്കാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലസ് കൂട്ടാനും പറഞ്ഞ് കുറയ്ക്കാനും പറഞ്ഞ് അടുത്ത് ഗുണിക്കാനുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കിട്ടും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പോൾ അടുത്ത ടൈം ഇതാണ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഇപ്പോൾ ചെയ്ത അതുപോലെ തന്നെയാണ്. ഫസ്റ്റ് എന്ത് ചെയ്യുക എഫ് ഓഫ് എക്സിന് കൊടുക്കുക, പിന്നെ എന്തിനു കൊടുക്കുക ജി ഓഫ് എക്സിന് കൊടുക്കുക. ഇടയ്ക്കുള്ള ചിഹ്നം ഇൻറ്റു ആണ്, അപ്പോൾ ഇൻറ്റുവും കൊടുത്താൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ആയല്ലോ. ഇനി അടുത്ത മൂന്നാമത്തെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. നമ്മളിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും കഴിഞ്ഞ് ഗുണിച്ച് ഇനി അടുത്ത എന്താണ് ഡിവൈഡ് ചെയ്യാൻ ഹരിക്കാനുള്ളത് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ്. ഇപ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്തപ്പോൾ എന്ത് ചെയ്തു എഫ് ഓഫ് എക്സിനും കൊടുത്ത് ജി ഓഫ് എക്സിനും കൊടുത്തു. അപ്പോൾ അതുപോലെ തന്നെ അവിടെയും ലിമിറ്റ് എന്തിനു കൊടുക്കുക മണ്ടൊക്കെ എഫ് ഓഫ് എക്സിന് കൊടുക്കുക, താഴെ ജി ഓഫ് എക്സിന് കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് വൺ നമ്മളോട് നോക്കാണ്ട് ഇതാണ് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഇവിടെ കിടപ്പുണ്ട്. ഫോർത്ത് വൺ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു സി. ഒരു കോൺസ്റ്റൻറ്റ്. ആ ഫംഗ്ഷനോട് എന്തുകൊണ്ട് ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടെങ്കിൽ ആ നേരെ കോൺസ്റ്റൻറ്റ് ഇനി ലിമിറ്റിന് വെളിയെടുക്കുക, ശേഷം എന്തിന് മാത്രം കൊടുത്താൽ മതി ആ എഫ് ഓഫ് എക്സിന് മാത്രം കൊടുത്താൽ മതി. അതാണ് നമ്മുടെ ഫോർത്ത് വൺ. ശ്രദ്ധിച്ച് ആൾജിബ്ര ഓഫ് എ ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യമുള്ളൂ, 4 എണ്ണം. ഫസ്റ്റ് വൺ ഈസ് എ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും ഫസ്റ്റ് എഫ് ഓഫ് എക്സിന് ലിമിറ്റ് കൊടുക്കുക, സെക്കൻഡ് വൺ എന്തിനു കൊടുക്കുക ജി ഓഫ് എക്സിന് കൊടുക്കുക. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻറ്റു ആണ് പറയുന്നത് ഫസ്റ്റ് എഫ് ഓഫ് എക്സ് കൊടുക്കുക, സെക്കൻഡ് എന്തിനു കൊടുക്കുക ജി ഓഫ് എക്സിന് കൊടുക്കുക. തേർഡ് വൺ ഡിവൈഡ് ആണ് പറയുന്നത് ഫസ്റ്റ് എഫ് ഓഫ് എക്സ് കൊടുക്കുക, പിന്നെ എന്തിനു കൊടുക്കുക ജി ഓഫ് എക്സിന്. അപ്പോൾ 2 രീതി വന്നേക്കുന്നു. ഇനി ലാസ്റ്റ് വൺ പറയുന്നതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു സി. സി വെച്ച് പിന്നെ കോൺസ്റ്റൻറ്റ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഉണ്ട് എങ്കിൽ കോൺസ്റ്റൻറ്റ് ലിമിറ്റിന് വെളിയിൽ കൊണ്ടുവന്ന ശേഷം എന്തിനു കൊടുക്കുക എഫ് ഓഫ് എക്സിന് മാത്രം കൊടുക്കുക. വെച്ചാൽ കോൺസ്റ്റൻറ്റ് 2ഓ 3ഓ അങ്ങനെ എന്തെങ്കിലും വേരിയബിൾസ് ആയിരിക്കും വരുന്നത്, എക്സ് അല്ലാത്ത എന്തെങ്കിലും വേരിയബിൾ ആയിരിക്കും. നമ്മുടെ ലിമിറ്റ് എന്ന വാല്യൂ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത് എക്സിൻ്റെ വാല്യൂയാണ് അപ്രോച്ച്. അപ്പോൾ എക്സിന് പകരം കൊടുത്താൽ പോരെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് എന്ത് ചെയ്യുന്നത് വെളിയിടുന്നത്. നമുക്കിനി നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു ലിമിറ്റിനെ കുറിച്ച് പറഞ്ഞു, ലിമിറ്റിൻ്റെ ആൾജിബ്രയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞല്ലോ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x + 3. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x + 3 എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ എങ്ങോട്ട് ടെൻസ് ചെയ്യുന്നു 3ലേക്ക് ടെൻസ് ചെയ്യുന്നു. അപ്പോൾ ആ ഫംഗ്ഷൻ ആയിട്ടുള്ള x + 3ക്ക് എന്ത് വ്യത്യാസം വരും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കാര്യമുള്ളൂ. എക്സിന് വരെ എന്ത് കൊടുക്കാം 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും 3 + 3 = എന്ത് കിട്ടും 6 എന്ന് കിട്ടും. ഇത്രയുള്ള ആൻസർ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x + 3 എന്ന് വെച്ചാൽ ആ എക്സ് വരെ എന്ത് കൊടുക്കുക 3 എന്ന് കൊടുക്കുക. അപ്പോൾ 3 + 3 = എന്ത് കിട്ടും 6 എന്ന് കിട്ടും നമുക്ക് വാല്യൂ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x² - 4 ഡിവൈഡഡ് ബൈ x³ - 4x² + 4x. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x² - 4 ഡിവൈഡ് ബൈ x³ - 4x² + 4x. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആ രീതിയാണ് നമ്മൾ പറഞ്ഞു വന്നേക്കുന്നത്. പക്ഷേ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 2 എടുത്തിട്ട് ഇട്ട് കൊടുത്തേ. ഫസ്റ്റ് നമ്മൾ താഴെ കൊടുക്കുന്നതിന് മുകളിലും കൊടുത്തു നോക്ക് എന്ത് കിട്ടും 2² എന്ന് കിട്ടും. ആ 2² വാല്യൂ എന്താണ് ഇങ്ങനെയല്ല നമ്മൾ കിടക്കുന്നത് മണ്ടക്ക് x² - 4 എന്ന്. നമ്മൾ സാധാരണ നമ്മൾ കൊടുക്കുന്ന രീതി അനുസരിച്ച് എക്സിന് വരെ എന്ത് കൊടുക്കുകയാണ് 2 കൊടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ 2² എന്ത് കിട്ടും 4 എന്ന് കിട്ടും. 4 - 4 = എന്ത് കിട്ടും 0 എന്ന് കിട്ടും. ഇതല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം എന്തുവാ വരുന്നത് ന്യൂമറേറ്റർ 0 ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം 0 ആയിരിക്കും. അപ്പോൾ ഒരെണ്ണം നോക്കിയാൽ പോരാ. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് 0 ആണ്. അപ്പോൾ അങ്ങനെ കിട്ടാനായിട്ട് ശ്രമിക്കരുതെന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്ത് ഫസ്റ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നേരത്ത് മിക്ക പ്രാവശ്യം നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ അങ്ങനെ കിട്ടാതിരിക്കാൻ നമ്മൾ നോക്കുക. അതിനുവേണ്ടി അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്തതിന് ശേഷവും ഉത്തരം 0 ആണ് കിട്ടുന്നത് എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഉത്തരം എന്ത് തന്നെ 0 തന്നെയാണ്. ചില ചാൻസിൽ മാറ്റം വരാനുണ്ട്, അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ഈ x² - 4 ഇങ്ങനെ എഴുതിക്കൂടെ x² - 2² എന്ന്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. 4 നമുക്ക് എങ്ങനെ എഴുതാം 2² എന്ന് എഴുതാം. ഇനി ഡിനോമിനേറ്റർ നോക്കും. ഡിനോമിനേറ്റർ ഏതെങ്കിലും ഒരു ടൈമിനെ കോമൺ എടുക്കാൻ പറ്റുമോ എക്സ് എന്നൊരു ടൈമിനെ നമുക്ക് ഇനി കോമൺ എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും x² - 4x + 4.
ആയല്ലോ. അപ്പം എക്സ് സ്ക്വയർ മൈനസ് 4 നമ്മൾ എങ്ങനെ എഴുതി? എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് എഴുതി. താഴത്തെ ടേമിൽ നിന്ന് എന്തിനെ കോമൺ എടുത്തു? എക്സിനെ കോമൺ എടുത്തു. അപ്പോൾ എന്ത് വന്നു? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 എന്ന് കിട്ടി. ഈ സാധനം ഈ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 എന്ന് പറഞ്ഞാൽ ഇതല്ലേ എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ആണെന്ന് നോക്കിയേ. എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ എന്താണ്? എക്സ് സ്ക്വയർ ആണ്. മൈനസ് 2ab 2 ഇൻറ്റു എ ഇൻറ്റു ബി എന്ത് കിട്ടും? 4x എന്ന് കിട്ടും. പ്ലസ് 2ൻ്റെ സ്ക്വയർ എന്ത് കിട്ടും? 4 കിട്ടും. അപ്പോൾ ഈ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 വരെ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ എങ്ങനെ കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഈ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് വെച്ചാൽ ഏത് ഫോമിൽ കിടക്കുന്നതാണ്? എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന ഫോം. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് എ എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്നായി. ഡിവൈഡ് ബൈ ഇവിടെ ഒരു എക്സ് ഉണ്ടല്ലോ, ഉണ്ട്. നമുക്ക് ഈ ടേമിനെ മാറ്റി നമ്മൾ ഇങ്ങനെ എഴുതുന്നത് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. ഇതേ ഈ സ്ക്വയറിൽ ഒരു ടേമും ഇവിടുത്തെ എന്ത് നമ്മൾ കട്ട് ചെയ്ത് പോകും? എക്സ് മൈനസ് 2 നമ്മൾ കട്ട് ചെയ്ത് പോകും. ബാക്കി എന്തൊക്കെയാണ് ഉള്ളത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2. ഇനി നമുക്ക് ഇവിടെ കോമൺ എടുക്കാനോ എന്തെങ്കിലും വെട്ടിക്കളയാനോ സാധിക്കില്ല. ഇനി എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? അങ്ങ് ഇട്ട് കൊടുക്കാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും വരെ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. പറ്റുന്ന ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ബാക്കി എന്ത് ചെയ്യുക? ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? എക്സിന് പകരം എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലർക്കും വരുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന കാര്യം ചെയ്തു വരും, പക്ഷേ അതിൻ്റെ കൂടെ ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എന്ന് പറഞ്ഞാൽ ഈ ടേമിന് എഴുതത്തില്ല. ഈ അറേഞ്ച് ചെയ്തായിട്ട് വരും. നമ്മൾ എപ്പോഴാണോ എക്സിന് പകരം ഈ 2 എന്ന വാല്യൂ ഇട്ട് കൊടുക്കുന്നത് അവിടം വരെ എന്തിനു എഴുതിക്കൊണ്ട് വന്നേക്കണം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എന്ന സാധനത്ത് എഴുതിക്കൊണ്ട് വരണം. പലരുടെയും പേപ്പറിനകത്ത് വരുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മൾ ഈ അറേഞ്ച് ചെയ്യുന്നവരൊക്കെ അറേഞ്ച് ചെയ്ത് തരും, പക്ഷേ ഈ കൂടെ കിടക്കുന്ന ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് എഴുതാൻ അങ്ങ് വിട്ടുപോകും. അങ്ങനെ എഴുതി വരും. പിന്നെ എഴുതാതെ ഇരിക്കരുത്. എന്ത് ചെയ്യണം? എഴുതിക്കൊണ്ട് തന്നെ വരണം. എക്സിന് പകരം എന്ത് കൊടുക്കുന്നവരാ? 2 എന്ന വാല്യൂ കൊടുക്കുന്നവരെ എഴുതിക്കൊണ്ട് വരണം. ഇനി 2 എന്ന വാല്യൂ കൊടുത്തു എന്ത് കിട്ടും? 2 പ്ലസ് 2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 മൈനസ് 2. ഇവിടെ കിട്ടുന്ന ഉത്തരം 0 ആയി വരുന്നത്. അതായത് 4 ഡിവൈഡ് ബൈ 0 എന്ന് കിട്ടും. ഇതിന് ഉത്തരം എന്താണ്? 4 ഡിവൈഡ് ബൈ 0 എന്ന് വെച്ചാൽ ഇസ് എ നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ആദ്യം ചെയ്തപ്പോൾ തന്നെ ഉത്തരം 0 ആണ് കിട്ടിയെങ്കിൽ പിന്നെ എന്തിനാ ഇത്ര അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെയും അതിനെ 0 ആക്കി അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആക്കി വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഈ വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, ബാക്കി ചെയ്യുന്ന ചില ക്വസ്റ്റ്യനകത്തെല്ലാം എന്ത് ചെയ്യാൻ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അതായത് 90% എന്ത് വരാൻ ചാൻസ് ഉണ്ട്? ഫസ്റ്റ് 0 കിട്ടുമെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആ 0 മാറി വേറെ ഏതെങ്കിലും വാല്യൂ എത്താൻ ചാൻസ് ചിലതിനകത്തൊക്കെ മാത്രം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ ചെയ്തു വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 2x സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. നമ്മൾ നേരത്തെ തന്നെ ചെയ്ത പോലെ തന്നെ ന്യൂമറേറ്ററായ 2 ഞാൻ ഇട്ട് കൊടുത്ത് നോക്കിയേ. എന്തോ ന്യൂമറേറ്റർ ടൈം ഇതാണ് എക്സ് ക്യൂബ് മൈനസ് 2x സ്ക്വയർ. അപ്പോൾ എക്സ് ക്യൂബിന് വരാൻ ഫസ്റ്റ് എക്സിന് 2 കൊടുക്കുക. അപ്പോൾ എന്താകും? 2 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 2 സ്ക്വയർ. 2 ക്യൂബിന് വരെ എന്താണ്? 8 മൈനസ് 2 സ്ക്വയർ ഫോർ 8 കിട്ടും. 8 ഈക്വൽ ടു 0. അപ്പോൾ ന്യൂമറേറ്റർ എന്ത് കിട്ടി? ഉത്തരം 0 ആണ് വരുന്നത്. എന്ന് വെച്ചാൽ ഈ ഉത്തരം എന്താണ്? ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ നേരത്തെ തന്നെ ചെയ്ത പോലെ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കുക. സൈഡ് ചെയ്ത് നോക്കിയാൽ കേട്ടോ. അപ്പോൾ കിട്ടുന്ന ഉത്തരം 0 ആണ് എങ്കിൽ അതിന് അറേഞ്ച് ചെയ്യാൻ നോക്കുക. അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, അറേഞ്ച് ചെയ്യാൻ പറ്റാത്തതാണ് ഡയറക്റ്റ് ഇട്ട് കൊടുത്ത് എന്തോ 0 ആണെങ്കിൽ എന്ത് ചെയ്യുക? 0 എന്ന് എഴുതി വെക്കുക. അപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഇവിടെ എന്തെങ്കിലും കോമൺ എടുക്കാൻ പറ്റുമോ നോക്കിയാൽ? എക്സ് ക്യൂബ് മൈനസ് 2x സ്ക്വയർ ചെയ്യുന്നത് എന്തിനാ കോമൺ എടുക്കാം? എക്സ് സ്ക്വയറിനെ കോമൺ എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? ഇവിടുന്ന് എക്സ് സ്ക്വയർ പോയി കഴിഞ്ഞാൽ ബാക്കി എക്സ് ഉണ്ട്. ഇവിടുന്ന് എക്സ് സ്ക്വയർ പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? -2 ഉണ്ട്. ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കിയാൽ താഴെ ഡിനോമിനേറ്റർ ഏത് ഫോം നടക്കുന്നത്? എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നടക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. അതിന് നമുക്ക് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ എന്താണ്? നമ്മുടെ പ്രോഡക്റ്റ് സം റൂളൊക്കെ വെച്ച് എന്ത് ചെയ്യാം? മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാണ് പ്രോഡക്റ്റ് സം റൂളൊക്കെ എടുക്കുന്നത്? നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c എന്ന് പറയുന്നതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജനറൽ ഫോർമുല എങ്കിൽ അവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റിനെ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ എന്നായിരിക്കും പ്രോഡക്റ്റ്. പി സം എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും വിത്ത് സൈനും കൂടെ വേണം കേട്ടോ. അല്ലാതെ കിടക്കുന്ന കോഎഫിഷ്യൻ്റ് മാത്രം എടുത്തുകൊണ്ട് പോകില്ല. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ പ്ലസിന് പ്രത്യേകം എടുക്കാത്ത ചില ക്വസ്റ്റ്യൻ അത്. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ തന്നെ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് എടുത്തേ ചെയ്യാവുള്ളൂ. നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടുത്തെ വെച്ചാൽ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ആണ്. നമ്മുടെ റൂൾ അനുസരിച്ച് പി എന്ന് പറയുന്നത് എന്തിൻ്റെ കോഎഫിഷ്യൻ്റാണ്? എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6. അത് കോൺസ്റ്റൻ്റ് ഉള്ള സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 1 ആണ്. അപ്പോൾ 1 × 6 എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. സം എന്ന് പറയുന്നത് വെറുതെ 5 എന്ന് എഴുതി വെക്കൽ. ഈ റൂൾ വെച്ച് നോക്കി ഇവിടെ നമ്മൾ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയതുകൊണ്ട് അങ്ങനെ എഴുതിയേക്ക്. ഇവിടുത്തെ എന്താണ്? നെഗറ്റീവ് ആയതുകൊണ്ട് -5 ആണ്.
ഇതിനർത്ഥം നമ്മൾ ചെയ്യുന്ന കാര്യം ഇതേ ഉള്ളൂ, ഈ നടുക്ക് വരുന്ന മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ എത്ര നമ്പേഴ്സ് വേണം? 2 നമ്പർ വേണം. ആ 2 നമ്പർ ഗുണിക്കാൻ നേരത്ത് 6 കിട്ടണം, കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? -5 കിട്ടണം. ഗുണിക്കാൻ നേരത്ത് എന്ത് കിട്ടണം? 6 കിട്ടുകയും വേണം, കൂട്ടാൻ നേരത്ത് -5 കിട്ടണം. നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? ഇവിടെ തിങ്ക് ചെയ്താൽ ഏതൊക്കെയാണ്? -3ഉം -2. ഗുണിച്ച് നോക്കിയേ, ഗുണിക്കുമ്പോൾ എന്ത് കിട്ടുന്നത്? 6 കിട്ടും, കൂട്ടുമ്പോൾ -5 കിട്ടും. അത് വെച്ച് നമ്മൾ മിഡിൽ വന്ന ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. x² -2x -3x + 6. അപ്പോൾ നമ്മൾ ആദ്യമേ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ കിട്ടിയ ഉത്തരം 0 ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ന്യൂമറേറ്ററിൽ നിന്ന് ഒരു x² കോമ എടുത്ത് താഴെ ഡിനോമിനേറ്റർ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ മിഡിൽ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ശേഷം ലിമിറ്റ് x → 2 x² × x - 2 ഡിവൈഡഡ് ബൈ ഈ 2 ടേം എന്തിനെ കോമ എടുക്കാം? ഒരു എക്സിനെ കോമ എടുക്കാം. അപ്പോൾ അതിനകത്ത് എന്ത് വരും? x - 2 എന്ന് വരും. ഈ 2 ടേം എന്തിനെ കോമ എടുക്കാം? ഒരു -3യെ കോമ എടുക്കാം. അതിനകത്ത് എന്ത് വരും? x - 2 എന്ന് വരും. കഴിഞ്ഞു. ഇനി അടുത്തത് ലിമിറ്റ് x → 2 x² × x - 2 ഡിവൈഡഡ് ബൈ ഈ 2 ടൈം എന്തിനെ കോമ എടുക്കാം? ഒരു x - 2നെ കോമ എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? x - 3 എന്ന് കിട്ടും. ഈ x - 2 എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. ബാക്കി എന്തൊക്കെയാണ് ഉള്ളത്? ലിമിറ്റ് x → 2 x² ഡിവൈഡഡ് ബൈ x - 3 എന്ന്. അപ്പോൾ ചെയ്ത കാര്യം നമ്മൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കാണല്ലോ. സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ x² നേരത്തെ കോമ എടുത്താണ്. താഴെ 2 ഈ 2 ടൈം എന്തിനെ കോമ എടുക്കുന്നത്? എക്സിനെ കോമ എടുത്തു. ഇവിടെ 2 എന്തിനെ കോമ എടുത്ത്? -3യെ കോമ എടുത്ത്. ഈ 2 എന്തിനെ കോമ എടുത്ത്? x - 2നെ കോമ എടുത്ത്. ഈ 2 ടൈം എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്ത് വരും? x² ഡിവൈഡ് ബൈ x - 3. ഇനി നമുക്ക് ഇവിടുന്ന് കോമ എടുക്കാനോ അറേഞ്ച് ചെയ്യാനോ സാധിക്കുന്നുണ്ടോ? പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഇട്ട് കൊടുക്കുക. x² അതായത് എക്സിന് പകരം 2 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 2² ഡിവൈഡ് ബൈ 2 - 3 എന്ന് കിട്ടും. ഇത് 2² പോലെ എന്താണ്? 4 ഡിവൈഡ് ബൈ 2 - 3 എന്ത് കിട്ടി? -1 വിൽ ബി ഈക്വൽ എന്തായി? -4. അപ്പോൾ നോക്കിക്കേ, ആദ്യം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എന്തായിരുന്നു? 0 ആയിരുന്നു. ന്യൂമറേറ്റർ 0 എന്ന ഉത്തരം എന്തായിരിക്കും? 0 ആയിരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് ഉത്തരം എവിടെ എത്തി? -4 ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനകത്ത് നമ്മൾ ആദ്യമേ ചെയ്യുമ്പോൾ 0 കിട്ടുമെങ്കിലും പിന്നീട് ചെയ്ത് വരുമ്പോൾ ഉത്തരം എന്തായി മാറും? വേറെ ആൻസറായിട്ട് മാറും. നമ്മുടെ മാർക്ക് അനുസരിച്ചിരിക്കും ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. അല്ല നമ്മൾ ഡയറക്റ്റ് അപ്ലൈ നമ്മൾ നേരത്തെ ഒരു സംശയം വന്നു കാണും. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനകത്ത് ആദ്യമേ കൊടുത്തപ്പോൾ 0 ആണ് കിട്ടിയത്. പിന്നെ അറേഞ്ച് വന്നപ്പോഴും നോട്ട് ഡിഫൈൻഡ് എന്നാണ് വന്നത്. അപ്പോൾ നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നൊരു നമ്മുടെ ചിന്ത വരുന്നൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ മനസ്സിലാവും നമുക്ക് ആദ്യമേ 0 കിട്ടിയെങ്കിലും പിന്നീട് ചെയ്ത് വരുമ്പോൾ എന്ത് പറ്റില്ല? 0 അല്ല, വേറെ സംഖ്യയായിട്ട് മാറി വരാൻ ചാൻസ് ഉണ്ട്. നമുക്കിത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് x → 2 3x² - x - 10 ഡിവൈഡ് ബൈ x² - 4 എന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ തന്നെ ചെയ്ത പോലെ ഇവിടെ നമ്മൾ ന്യൂമറേറ്റർ കൊടുക്കണം, താഴെ ഡിനോമിനേറ്റർ കൊടുത്ത് നോക്കാം. നമ്മൾ എവിടെയെങ്കിലും 0 കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തെളിയിച്ച് അല്ലെങ്കിൽ അറേഞ്ച് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ താഴെ ഏറ്റവും ചെറിയതിനകത്ത് കൊടുക്കുന്നതല്ലേ നല്ലത്. ഓക്കെ, x² - 4 ആണ്. നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നോക്കിയാൽ മതിയേ. x² - 4 നടക്കുന്നത്. എക്സിന് പോലെ നമ്മൾ 2 കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടും? 2² - 4 എന്ന് കിട്ടും. ഉത്തരം എന്തുവാ? 2² വാല്യൂ 4. അപ്പോൾ 4 - 4 = 0. താഴെയാണ് 0 നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും കിട്ടുന്ന ഉത്തരം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞപ്പോൾ നോട്ട് ഡിഫൈൻഡോ അങ്ങനെ 0 കിട്ടാതെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കുമല്ലോ. നോക്കിയേ, ലിമിറ്റ് x → 2 മുകളിൽ തന്നെ നോക്കി എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? -30 ആണ്. സം എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ? -30 ആണ്. അതുപോലെ സം എന്ന് പറയുന്നത് -1 ആണ്. ഗുണിക്കുമ്പോൾ -30 കിട്ടണം, കൂട്ടുമ്പോൾ -1 ആണ്. സംഖ്യ ഏതൊക്കെയായിരിക്കും? ഒരു 6ഉം 5 ആയിരിക്കും സംഖ്യ. നോക്കിയേ, 6 5 30 ആണ്. അപ്പോൾ നമ്മൾ എവിടെ നെഗറ്റീവ് കൊടുക്കണം നോക്കിയാൽ മതി. -6ന് കൊടുത്താൽ അത് നെഗറ്റീവ്. അപ്പോൾ -6 × 5 എന്ന് വെച്ചാൽ -30 ആയിരിക്കും. -6 + 5 എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ -6ഉം 5ഉം ആയിരിക്കും. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ 3x² - 6x + 5x - 10 ഡിവൈഡഡ് ബൈ ഈ x² - 4 എങ്ങനെ എഴുതാം? നമുക്ക് x² - 2² എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് ലിമിറ്റ് x → 2 ആദ്യത്തെ ഈ 2 എന്തിനെ കോമ എടുക്കാം? 3xനെ കോമ എടുക്കുക. അപ്പോൾ എന്ത് വരും? ഇവിടുന്ന് 3x പോയി കഴിഞ്ഞാൽ ബാക്കി x ഉണ്ട്, മൈനസ് ഇവിടുന്ന് 3x പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുവാ ഉള്ളത്? 2 ആണുള്ളത്. ഇവിടുന്ന് എന്തിനാ കോമ എടുക്കാം? 5x - 2. നമ്മൾ കോമ എടുക്കാൻ ശ്രദ്ധിക്കുമ്പോൾ വെറുതെ 5നെ എടുത്ത് കോമ എടുത്തിട്ട് പോകല്ലേ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് 5നെ നമ്മൾ കോമ ചിലതിനകത്തൊക്കെ എന്ന് പറയുമ്പം ഇവിടെ ബ്രാക്കറ്റിനകത്തൊരു സംഖ്യ ഉണ്ടോ? x - 2 എന്നാണ്. ആ ടേമിന് എപ്പുറത്തും വരണം, ഇപ്പുറത്തെ ടേമിനകത്തും വരണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് എന്തിനാ 5നെ കോമ എടുത്താൽ മതി. 5നെ കോമ എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇവിടുന്ന് x ആയിരിക്കും, മൈനസ് ഇവിടെ എന്ത് വരും? 2 വരും. ഡിവൈഡഡ് ബൈ x² - 2² വെച്ചാൽ a² - b² എന്ന ഫോമാണ്. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? x - 2 × x + 2 എന്ന് എഴുതാം. ലിമിറ്റ് x → 2
നോക്കിയാൽ ഈ രണ്ട് ടൈം എന്തെങ്കിലും കോമൺ എടുക്കാവോ? എന്തിനും കോമൺ എടുക്കാം? x - 2 കോമൺ എടുക്കാം. അപ്പോൾ എന്തോ x - 2 കോമൺ എടുത്ത് കഴിയുമ്പോൾ ഇവിടുന്ന് x - 2 പോയി കഴിഞ്ഞാൽ ബാക്കി 3x ഉണ്ട്. പിന്നെ ഇടയ്ക്കുള്ള സൈൻ പ്ലസ് ആണ്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? 5 ഉണ്ട്. ഡിവൈഡഡ് ബൈ x - 2 ഇൻറ്റു x + 2. നോക്കിയേ ഈ x - 2 എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോവും. ബാക്കി എന്തൊക്കെയാണ് ഉള്ളത്? ലിമിറ്റ് x → 2 3x + 5 ഡിവൈഡഡ് ബൈ x + 2. നമുക്കിവിടെ അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്യാനൊന്നും സാധിക്കത്തില്ല. അപ്പം നമുക്ക് ഇവിടം വരെ അറേഞ്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് ഈ എഴുതുന്ന സാധനം ശ്രദ്ധിച്ചോണം കേട്ടോ. നമ്മൾ എവിടം വരെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നു അവിടെ എല്ലാം ഈ ലിമിറ്റ് x → 2 എഴുതിക്കൊണ്ടേ വന്നോണം. നീ എവിടെ വെച്ചാണോ എക്സിന് പകരം 2 എന്ന വാല്യൂ ഇട്ട് കൊടുക്കുന്നത് അവിടം വരെ എഴുതിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി 3 × 2 + 5 ഡിവൈഡഡ് ബൈ 2 + 2. 3 6 + 5 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും. 6 + 5 എന്ന് കിട്ടും 11 ഡിവൈഡ് ബൈ 4. നോക്കിയേ നമ്മൾ ആദ്യം ചെയ്തപ്പോൾ നോട്ട് ഡിഫൈൻഡ് എന്ന് കിട്ടിയ സാധനമാണ് നമ്മൾ ചെയ്ത് ഇവിടം വരത്തിയപ്പോൾ എന്തായി 11/4 എന്നാണ്. അപ്പോൾ ചില ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ മാത്രമേ വന്നുള്ളൂ. എന്നാൽ പല അത് മാറി മാറിയാണ്. ചിലപ്പോൾ ഇത് 3 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്.